ഇന്നലെ കൊച്ചിയിൽ നിന്നും കാണാതായ 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഈ പാലത്തിൽ നിന്നുമാണ്. രാത്രി ഏറെ വൈകിയാണ്, ഏകദേശം 12 മണിയോടെയാണ് കുട്ടിയെ പാലത്തിൽ നിന്നും കണ്ടെത്തുന്നത്. പോലീസ് വലിയ രീതിയിലുള്ള ഊർജിതമായ തിരച്ചിലിനൊടുവിലാണ് ഈ ജോർജ് എന്ന ഈ വ്യക്തിയാണ് കുട്ടിയെ ആദ്യമായി കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ജോർജിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് കുട്ടിയെ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ജോർജ്, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഈ വഴിക്ക് വരുമ്പോഴായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു എറണാകുളത്തുനിന്ന്. ഏകദേശം ആ ടേണ ബോട്ട് തിരിഞ്ഞ് ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഒരു കുട്ടി സൈക്കിളോട്ടി പോയി കണ്ടത്. അതിന് അരമണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫേസ്ബുക്ക് വഴി നിങ്ങളുടെയൊക്കെ എല്ലാവരെയും അപ്ഡേഷനൊക്കെ ഇങ്ങനെ നോക്കി. അപ്രകാരം നോക്കിയപ്പോഴത്തേക്കും 11 മണിക്ക് ശേഷം ഒരു കുട്ടി യൂണിഫോം ഇട്ട് ഒരിക്കലും പോകില്ലല്ലോ 11 മണിക്ക് ശേഷം. അപ്പോൾ എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തു. ആ കുട്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബൈക്ക് വളച്ചു ഇവിടെ ഒന്ന് കുട്ടിയെ പിടിച്ചു നിർത്തി. എന്നെ ചോദിച്ചു, മോളെ എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇളമക്കരയിലാണെന്ന് പറഞ്ഞു. എവിടെ പോയെന്ന് വെച്ചപ്പോൾ നായരമ്പലത്ത് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിനെ പിടിച്ചെടുത്തി. അപ്പോൾ പുള്ളിക്കാരത്തി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട മോളെ, ചേട്ടനെന്നൊക്കെ പറഞ്ഞ് കൂളാക്കിയാളാ. ആൾ വിങ്ങിപ്പെട്ടി വരെ ദുഃഖങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അവർ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞ് കുട്ടിയെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തി. അതിനുശേഷം പോലീസുകാർ വന്നു കുട്ടിയെ അവർ മാതാപിതാക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. കുട്ടി ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് എന്തെങ്കിലും പറഞ്ഞോ? കാരണം കൊച്ചി മൊത്തം പോലീസ് അരിച്ചു പെറുക്കുമായിരുന്നു. എന്നോട് കുട്ടി പറഞ്ഞത്, ചേട്ടാ ഞാൻ നായരമ്പലം അമ്പലത്തിൻ്റെ പറമ്പിലുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ കുട്ടിക്ക്. അവിടെയായിരുന്നു, അവിടെ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്നാണ് കുട്ടി പറഞ്ഞത്. ഈ വഴി കുട്ടി സൈക്കിൾ ഓടിച്ച് പോകുന്നതായിരുന്നോ കണ്ടത്? അതെ, ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറമാണ് ഏകദേശം സൈക്കിളോട്ടി വരുന്നത് ഞാൻ കണ്ടത്. പിന്നെ അവിടെ ഞാൻ ബൈക്ക് വളച്ച് റിട്ടേൺ വന്നു. ഈ പാലത്തിനോട് വെച്ചാണ് ആളെ പിടിച്ച് നിർത്തിയത്. ആള് അസ്വസ്ഥയായിരുന്നോ? ആള് ഭയങ്കര വെങ്ങിപ്പെട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന ആള്. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട പോലെ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി ആളാ. അമ്മ എന്താ പറഞ്ഞത്? അമ്മയാണോ വാർത്ത കണ്ടിട്ട് അറിയിച്ചത്? അതെ, അമ്മേനെ എന്നെ അരമണിക്കൂർ മുമ്പ് അറിയിച്ചത്. അമ്മക്ക് വലിയ സന്തോഷമായി. ഒരു കുടുംബത്തിന്റെ അല്ലേ ദുഃഖമല്ല എല്ലാവർക്കും. ഒരു കൊച്ചു അമ്മക്ക് ഭയങ്കര ദുഃഖമായിരുന്നു, സന്തോഷമായി എല്ലാവർക്കും. പാലത്തിന് മുകളിൽ നിന്നാണെന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെ, കുട്ടിക്ക് മൊത്തത്തിൽ പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ ഒരു കാര്യത്തിന് പറഞ്ഞിട്ടുണ്ടോ? അതായത് സ്കൂളിൽ നിന്നുണ്ടായ അനുഭവത്തെ കുറിച്ച്? സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ പ്രഷറാണ്, അതേപോലെ വീട്ടിൽ നിന്ന് പ്രശ്നമാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. കുട്ടി മൊബൈല് പിടിച്ചെടുത്ത് അതിനെപ്പറ്റി പുള്ളിക്കാരത്തിന് മൊത്തത്തിൽ പ്രശ്നമാണ് ചേട്ടാന്ന് പറഞ്ഞത് എന്നോട്. ഞാൻ പറഞ്ഞു, അതൊക്കെ എല്ലാം റെഡിയാക്കാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാന്ന് പറഞ്ഞു. ചേട്ടനെന്നൊക്കെ പറഞ്ഞ് ആശുപത്രി നിർത്തി ആളാ. കുട്ടീനെ വരവ് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയോ? എന്തെങ്കിലും ഈ പാലത്തിന് മുകളിൽ നിന്നാ കണ്ടത് പേടിച്ചുവോ? എനിക്ക് സത്യത്തിൽ പേടിയുണ്ടായി. ഇപ്പൊ ഈ പാലത്തിന് മുകളിൽ കുറെ ഒരുപാട് അപകടങ്ങളൊന്നും അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടിയല്ലേ ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു പേടിയുണ്ടായി. നാളെ ഹോൾഡ് ചെയ്ത് നിർത്തി. കുട്ടി പിന്നീട് അവിടെ, അതായത് ജോർജിനെ കണ്ട സമയത്ത് വീണ്ടും മുന്നോട്ട് പോകാനൊന്നും ശ്രമിച്ചില്ലല്ലേ? അവിടെ തന്നെ നിന്ന് പുള്ളിക്കാരനോട് പിടിച്ച് നിർത്തി, സൈക്കിൾ പിടിച്ച് നിർത്തി. പിന്നെ ആളെ കൂളാക്കി നിർത്തി. അത് നമുക്ക് ചെയ്തത്. അമ്മ എന്താ പറഞ്ഞത് ഈ കുട്ടിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോ? അമ്മക്ക് വലിയ സന്തോഷമായി. ഇന്നലെ ഒരുപാട് അമ്മമാരുടെ ഉള്ളിൽ പിടഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ. കാരണം 12 വയസ്സുകാരിയ ഒരു പെൺകുട്ടിയാണ്. രാത്രി സൈക്കിളിലാണ് ഇത്രയും ദൂരം അലഞ്ഞു നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഊർജിതമായ തിരച്ചിലുണ്ടായിരുന്നു. ഒടുവിൽ ജോർജ് എന്ന ഈ വ്യക്തിയുടെ ഇടപെടൽ കൊണ്ടാണ്, കാര്യക്ഷമമായ ഉടനടിയുള്ള ഇടപെടൽ കൊണ്ടാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ ആശ്വാസമാണ് ഈ വാർത്ത, കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തേക്ക് എത്തിയപ്പോൾ എല്ലാവരിലും ഉണ്ടായത്. വീഡിയോ ജേർണലിസ്റ്റ് വിജി CP-ക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.